നല്ല ഉറക്കത്തിലാന്ന് തോന്നുന്നു. നീ ഒന്ന് വിളിയടാ ജംബു. ഇനി പുലിയെ പിടിച്ചങ്ങനെ മുങ്ങിക്കാണൂ. നീ ഒന്ന് വിളിക്കേ. അതെ ഇവിടെ ഇവിടെ ഇങ്ങനെന്താ നാട്ടുകാരും കൂട്ടി വേഗം താഴേക്ക് ഇറങ്ങി വാ. എല്ലാരും നിങ്ങളെ കാത്തു നിൽക്കുക. പുലി ഇറങ്ങിണ്ടാവോ? എന്തായാലും പോയി നോക്കാം. പിലേ ഒന്ന് എളുപ്പം ഇറങ്ങി കുളിച്ചിട്ട് വാ. ഞങ്ങൾ ഇവിടെ നിൽക്കാം. ഓ ഇതാണ് കുരുതിമലക്കാവ്. ഈ നാടിന്റെ രക്ഷയും ശക്തിയുമൊക്കെ ഈ കാവാണ്. അവരെത്തി കേട്ടോ. ഇവിടെ എല്ലാരും കാത്തിരിക്കായിരുന്നു. ഇവിടെ ഏതാ പ്രതിഷ്ഠ? ഇവിടുത്തെ തേവരുടെ വിഗ്രഹം പുരാതന കാലത്തെ പഞ്ചലോഹ വിഗ്രഹമാണ്. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അല്ല, ഈ തേവരുടെ ശക്തി കൊണ്ടാണല്ലോ ഞങ്ങൾ ഇവിടെ എത്തിപ്പെട്ടത്. അല്ല, എന്താ ഇടയ്ക്ക് ഒരു ഒന്നുമില്ല. ഈ ഇത്രയും പുരാതനമായ വിഗ്രഹം എങ്ങനെയാ കള്ളന്മാർ കൊണ്ടുപോകാതെ നോക്കുന്നത്? അതെന്നെ ഉദ്ദേശിച്ച് പറഞ്ഞതാ. അതെ അതെ, തേവരുടെ വിഗ്രഹം അങ്ങനെയൊന്നും ഇവിടുന്ന് കൊണ്ടുപോകാൻ ഒക്കത്തില്ല. ഉഗ്രവിഷമുള്ള കരിമൂക്കന്മാരാ തേവർക്ക് കാവൽ. നമുക്ക് അങ്ങോട്ടേക്ക് ഇനി ഈ പീഠത്തിലേക്ക് കയറി നിന്നോളുക 3 ആളും. അല്ല, അതിന്റെ പേടിക്കട്ട, കേറിക്കോളൂ. ചെറിയൊരു രക്ഷാപൂജ. അപകടം പിടിച്ച പണിക്ക് വന്നത്. അത്രേ ഉള്ളൂ. ഓക്കെ. അയ്യോ, ചെരുപ്പ് പാടില്ല. ഇനി തൊഴുത് പ്രാർത്ഥിച്ചോളുക. കൂടെ പോന്നേക്കണേ. ഞങ്ങൾ കൊണ്ടുപോകും. സിറ്റിയിലേക്ക് വരണം. നീ അത് കണ്ടോ? ഞാൻ കണ്ടു. ഞാനേ കണ്ടുള്ളൂ. ഞാൻ മാത്രം കണ്ടാ മതി. അതല്ലടാ, ഇത് അങ്ങോട്ട് നോക്കൂ. അങ്ങോട്ട്. ഹായ്, ആപ്പിളും പഴവും മുറിക്കാൻ കത്തിയുണ്ടല്ലോ. നമസ്കാരം. കൈ നീട്ടു. ഓ, അടുത്ത ആള് കൈ നീട്ടുക. ഞാനോ? ഞാനൊരു സത്യക്രിസ്ത്യാനിയാണ്. വെറുതെ കത്യാശുദ്ധമാക്കണ്ട. തേവർക്ക് ജാതി മത ഭേദമൊന്നുമില്ല. ആ കൈ അങ്ങോട്ട് നീട്ടുക. നീട്ടിക്കോളൂ. കൈ നീട്ടുക. എനിക്കിതിലൊന്നും വിശ്വാസമില്ല. ഞാൻ നിരീശ്വരവാദിയാ. ഇല്ലാട്ടാ പൂജാരി ചേട്ടാ, ഇവൻ എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയിൽ പോകണം. നല്ല കട്ട വിശ്വാസിയാ. വെള്ളം മുറിക്കുക. കൈ നീട്ടുക. വെള്ളം പിടിക്കരുത്, ചോര കൂടുതൽ പോവും. മുറിക്കുക. മുറിച്ചോളാം. ഇനി ആ രക്തം കൊണ്ട് നെറ്റിയിൽ തിലകം ചാർത്തിക്കോളൂ. ഗോപി ഗോപി. വല്ലാത്ത രക്ഷയിപ്പോയി മെമ്പറെ. വിഷമിക്കണ്ട. രക്തം കൊണ്ട് തേവരുടെ മുന്നിൽ ഗുരുതി ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് ഒന്നിനെയും പേടിക്കേണ്ടി വരില്ല. ഞാൻ അങ്ങോട്ട് പോട്ടെ. എനിക്ക് അത്യാവശ്യമായിട്ട് പഞ്ചായത്ത് ഓഫീസ് വരെ ഒന്ന് പോകണം. കാണാം. അതെന്താ ഈ അമ്പലത്തിൽ നിന്നൊരു പ്രത്യേകതരം വെളിച്ചം പുറത്തേക്ക് വന്നു? അതോ, തേവരുടെ നെറ്റിയിൽ ഒരു അപൂർവ രത്നമുണ്ട്. അതിൽ ഈ പ്രഭാത സൂര്യരശ്മികളൊന്ന് പതിക്കുമ്പോൾ അതിങ്ങനെ വെട്ടിത്തിളങ്ങും. ഇത്രയും വിലപിടിപ്പുള്ള വിഗ്രഹവും രത്നമൊക്കെ ഇങ്ങനെ ആരും നോക്കാനില്ലാണ്ട് കാടിൻ്റെ ഉള്ളിൽ വെച്ചേക്കണ റിസ്ക് ആണ് അല്ലേടായി. പിന്നെ സർപ്പങ്ങളുടെ കാവലുണ്ട്. തേവരെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പണ്ടൊരു സർക്കസുകാരൻ നോക്കിയതാ. അയാൾ അതിനെ അനുഭവിക്കുകയും ചെയ്തു. ഞാനിവിടെ അന്ന് ഫോറസ്റ്റ് റേഞ്ചറായിട്ട് വന്ന കാലത്താണ്. ഇവിടെ സർക്കസ് കളിക്കാൻ വന്നൊരു ബിരുദൻ തേവരുടെ വിഗ്രഹം മോഷ്ടിക്കാൻ ശ്രമിച്ചു. ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബഷീറും അന്ന് കാട്ടിൽ സെർച്ചിന് പോയതായിരുന്നു. കാവിന്റെ മുന്നിലെത്തിയപ്പോൾ ഒരു അനക്കം കേട്ട് നിൽക്കുക. കാവിന്റെ മുകളിൽ തേവരെയും പിടിച്ച് നിൽക്കുക അവൻ. ഞങ്ങൾ ഓടി ചെന്നപ്പോഴേക്കും തേവരെ കൊണ്ട് അവൻ ഓടി.
പുറകെ ഞങ്ങൾ. ഭാഗ്യത്തിന് കൃത്യസമയത്ത് മെമ്പറും മാത്യൂസും അവിടെ. ഞാൻ സർവീസ് റിവോൾവർ എടുത്ത് അവന്റെ കാല് നോക്കി വെടിവെച്ചു. അതോടെ തേവരെ അവിടെ ഇട്ടിട്ട് അവൻ കാട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടു. നാട്ടുകാരറിഞ്ഞ് ചെന്നപ്പോഴേക്കും അയാള് കൊച്ചിനെ കൊണ്ട് പുഴ നീന്തി കടന്നു. പക്ഷേ ആരോ സർക്കസുകാരന്റെ ടെന്റിന് തീയിട്ടപ്പോൾ അതിലയാളുടെ ഗർഭിണിയായ ഭാര്യ പെട്ടുപോയി. ഒരു കണക്കിന് അവന് തേവര് കൊടുത്ത ശിക്ഷയാ. പിന്നെ ഇതുവരെ ആരും തേവരെ തൊട്ട് കളിക്കാൻ മുതിർന്നിട്ടില്ല. തൊട്ടവൻ വെണ്ണീറാവും. അത്രയ്ക്ക് ശക്തിയാ. അപ്പൊ ശരി ബീലി, നിങ്ങൾ പോയി എന്തെങ്കിലുമൊക്കെ കഴിക്ക്. ദേ ഞാൻ ഇതുവഴി അങ്ങ് പോവുക. ഇവിടെ നിന്ന് താഴോട്ട് ഇറങ്ങി വലത്തോട്ട് തിരിഞ്ഞാലേ. അതെ, അതെങ്ങനെ മനസ്സിലായി? അതെങ്ങനെ വരൂ? എന്നാ പിന്നെ ഇടയ്ക്കൊക്കെ അങ്ങോട്ടൊന്ന് ഇറങ്ങ്. ആയിക്കോട്ടെ. ശരി. സ്ട്രേഞ്ച് മാൻ ഒന്ന് ചോദിച്ചാ 10 പറഞ്ഞു. അയാൾ പറഞ്ഞേട്ടല്ല എന്ത് വെണ്ണീറാവൂന്ന്. വിശന്നിട്ട് വയ്യ, വയറ് കത്തിക്കാണ്. ഒന്ന് അടങ്ങടാ. ആടാ ഒരു മിനിറ്റ്. എന്തായാലും ഇത്രയും ഡീറ്റെയിൽസ് കിട്ടിയ സ്ഥിതിക്ക് നീ യൂട്യൂബ് പഠിച്ചൊന്ന് വിളിക്കും. എന്ത് കിട്ടുമെന്നറിയാലോ. എന്നാ നിങ്ങൾ ചായക്കടയിലേക്ക് കിട്ടും. ഞാൻ യൂട്യൂബ് വിളിച്ചിട്ട് വരാം. ഫുൾ ഡീറ്റെയിൽസ് പറയണേ. അല്ലേ? പിന്നെ ഈ തൂക്കം നോക്കാതെ വില പറയാൻ പറ്റുമോ? യൂട്യൂബേട്ടന് പറ്റുമോ? അങ്ങനെയാണ്. ഓക്കെ. സംഭവം ചേട്ടൻ പറഞ്ഞ കറക്റ്റാണ്. പക്ഷേ ഇച്ചിരി റിസ്ക്കാ, ടൈം എടുക്കും. അതൊക്കെ ഞങ്ങൾ ഏറ്റെന്ന്. എത്ര കിട്ടുമെന്ന് പറ. സത്യം ഉറപ്പല്ലേ? അവസാനം വാക്ക് മാറ്റരുത്. ഓക്കെ. അപ്പൊ ശരി, ഞാൻ വിളിക്കാം. ഈ ഫോൺ ബൂത്തൊക്കെ ഇപ്പൊ ഇവിടെ മാത്രമേ ഉള്ളൂ. മൊബൈലിന് റേഞ്ച് ഇല്ലാത്തോണ്ട് വലിയ പാടാ. ഇതാരും രേവതി കൊച്ചാ ക്ലാസ്സിൽ പോയിരിക്കും. അല്ല, കഥകളിക്ക് പോവാ. വീട്ടിക്ക് ചേട്ടാ തേൻ മിഠായി. ദിവസവും ഇതിങ്ങനെ കഴിച്ചാലേ ചെറുപ്രായത്തിൽ വല്ല ഷുഗറും വരും കൊച്ചേ. ചേട്ടന് ഷുഗർ വന്നത് മിഠായി വെച്ചിട്ടാണോ? നിന്നോടൊന്നും തർക്കിക്കാൻ ഞാനില്ല. ചേട്ടൻ മിഠായി എടുത്തേ. ഒരെണ്ണം ഞാൻ എടുക്കണ്ടേ? കൊള്ളാം, എനിക്ക് അങ്ങോട്ട് ഇഷ്ടായിരിക്കണു. അയ്യോ ചേട്ടാ, ജീപ്പ് വന്നു. വേഗം തായോ. ആ ചെക്കൻ എന്താ നിന്നെ കണ്ടപ്പോ ഇളക്കം? അത് കിട്ടേണ്ടത് കിട്ടുമ്പോ തീർന്നോളൂ. പോടാ. ചീറ്റിപ്പോയില്ലേ? ഇതൊരു ഓപ്പണിംഗ് അല്ലേ ഉള്ളൂ. നിങ്ങൾ നോക്കിക്കോ, ഞാൻ അവളെയും കൊണ്ടേ പോകും. അവള് നിന്നെയും കൊണ്ട് പോകാൻ നോക്കിയോ? എന്തായി ഇട്ടുപെട്ടിന് കിട്ടിയ? സാധനം കിട്ടിയെന്ന് അപ്പൊ തന്നെ ക്യാഷ് റെഡിയാണെന്ന് പറഞ്ഞത്. എത്ര കിട്ടുന്ന ഞാനും പറഞ്ഞോ? 5 ലക്ഷമാ. No, crores. 5 crores. അങ്ങനെ 5 കോടി ക്ലബ്ബ് കയറി. എന്താ ആലോചിക്കണേ? ഞാൻ നല്ല മധുരമുള്ളൊരു സ്വപ്നം കണ്ട. മാനത്തെ ചന്ദ്രനൊത്തൊരു മണിമാളിക കിട്ടും ഞാൻ. അതല്ലേ? എങ്ങനെ മനസ്സിലായി? എടാ, 10 കാശ് കൈ വരുമെന്നാകുമ്പോൾ ഏതൊരു കൂതറ മലയാളിയുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന പാട്ടാണ്. അതിന് വലിയ ബുദ്ധിയുടെ ആവശ്യമൊന്നുമില്ല. വാ, വെള്ളം ഞണ്ണം.